ഉള്ളത് ലേലാട്ടോ, ലേല റൂമിലാണ്. നമ്മുടെ ലഡാക്ക് എക്സ്പ്രസ് എന്ന ഈ എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ രാവിലെ നീച്ചാൽ പോകാൻ നിൽക്കണേ. രാവിലെ ഒന്നുമില്ല, സമയം 9:30. ചായ കുടിച്ചില്ല. അപ്പോൾ മുട്ടും ചായ കുടിച്ചാണുള്ള ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കാൻ പ്ലാനാണ്. അപ്പോൾ അതിന് വണ്ടി എടുത്ത് ഇറങ്ങട്ടെ, ബ്രെഡ് വാങ്ങട്ടെ. മുട്ടയില്ല. ഇവിടെ എടുത്ത് കട നോക്കാം. കടയിൽ നമ്മൾ നേരെ ബ്രെഡ് മുട്ട വാങ്ങിയ കേട്ടോ. എന്നിട്ട് നമുക്ക് ബ്രെഡ് ഓംലേറ്റ് അടിക്കാം. പിന്നെ പാല് നമ്മൾ മിനിഞ്ഞാന്ന് വാങ്ങിയ പാലുണ്ട്, പഞ്ചസാര കടല്. പിന്നെ ആഫീസിൽ കുറച്ച് തന്നെ ചായപ്പൊടി ഉണ്ട്, ഗൾഫ് എന്ന് പറഞ്ഞ ലിറ്റാണ്. അത് വെച്ചാൽ നമുക്കൊരു ചായയും ഉണ്ടാക്കാം എന്ന് വിചാരിക്കുന്നു. കടക്കാരനായിട്ടാണ് വിചാരിക്കുന്നത്. അവിടെ ഒരു വൺവേ കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റും. അത് വലിയ സീനാണ്. എവിടെയെങ്കിലും ഉണ്ട് അവിടെ കടത്താൻ, അത് കയറാത്ത കാര്യത്തിൽ. മുട്ട മുമ്പിലുണ്ട്, പക്ഷെ മുട്ട കിട്ടൂല. നമുക്ക് 10 മുട്ട മതിയായിരുന്നു, ന്യൂസ് തരില്ല. ഇവര് ഹോൾസെയിലാണ്, മുമ്പ് പോയേക്കണം. ആ വൺവേ കയറി പോകും. ഒരു 50 കുറഞ്ഞ് 2 കിലോമീറ്റർ കിട്ടണം റൂമൊക്കെ തന്നെ. ആ കാര്യത്തിലാണ്ടേ റൂമിക്കുള്ളൂ. എന്നാ ചെയ്യാനാ? ഇവിടെ ദിവസം ഈ ദിവസം 10 अंडा मिलेगा, अंडा 10 किधर मिलेगा? ओ लूज नहीं देगा. ഓക്കെ. ആരും തരുന്നില്ല മുട്ട കായ്, പട്ടകായ്. ഇവിടെ ഇല്ലട്ടോ മുട്ട. ബ്രെഡ് കിട്ടി. 40 രൂപ തൽക്കാലത്ത് വാങ്ങി പോവാ. മുട്ട എവിടെ കിട്ടുമോ? भैया 10 अंडा 10 क्यों उधर ही नहीं देता है लूज? 7 ഉറുപ്പിട്ടോ 10 മുട്ടക്ക്. ദാറ്റ് മീൻസ് 7 ഉറുപ്പിക മുട്ടക്ക്. മുട്ടയുമായി ബ്രെഡുമായി ഇനിയാണ് നമ്മൾ ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാൻ പോകണം. ഇതിപ്പോൾ ഞങ്ങൾ കൊണ്ടുപോകുന്നതാണ് സംശയം. മുട്ട പൊട്ടുവരെ നോക്കാം. അത് ഫുൾ നായ്ക്കള ഒക്കെ തന്നെ പെരും തടിമണ്ണും. അതെ രസം. പോരാ പിന്നീട് പോ. ഇനി പോകാൻ റൂമൊക്കെ എത്തണമെങ്കിൽ 3-4 കിലോമീറ്റർ, 2-2.5 കിലോമീറ്റർ കിട്ടണം തോന്നുന്നുണ്ട്. അത് കറക്റ്റ് ലൊക്കേഷൻ അറിയില്ല. എന്തൊരു കഷ്ടപ്പാടോ. അവിടെ ഫുള്ള് വണ്ടി കേട്ടോ. ഒന്നുള്ള ആൾക്കാരാണ് അറിഞ്ഞതിൻ്റെ റൂമായത്. വണ്ടിയുടെ ഇട്ടോത്തണം 110. ഇതാണ് നമ്മളെ റൂമിൻ്റെ. ഓ ഗായ്സ്, റൂമിന്റെ കോലം കണ്ട മനസ്സും കയറില്ല. ആകെ അത് റൂം ആരുണ്ടോ? ഓ പോലീസുകാരാ. ൂതിയിലൊക്കില്ലേ വടച്ചത്തമ്പുരാനെ. ബ്രെഡും മുട്ടിയും എല്ലാത്തരം സാധനങ്ങള് എല്ലാം ഞാൻ തന്നെ ഉറപ്പുരിച്ചു. നമുക്ക് മുട്ടപ്പുരി ഉണ്ടാക്കാം. തിന്നൂടാണ്ട് മൈര ഒന്നെ നല്ല പണിയുന്നുണ്ട്. ഒരു കൊട്ടക്ക് ഉപ്പിട്ടിക്കണ്. എന്താ അദ്ദേഹം പറഞ്ഞത്? 5 മിനിറ്റ് വ്യക്തിപരമായും അല്ലാതെയും കത്തായിട്ടും ഒരു നടപടി ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാനും ഈ പറഞ്ഞ പോലെ സാധ്യസ്കറിയ വിഷയമായി ഇവരെ താമസത്തെ കുറിച്ച് പറഞ്ഞു. ഇവർ ചെയ്യുന്ന ഈ പറയുന്ന സ്വതന്ത്രപക്ഷത്തെ കുറിച്ചാണ് കലാകാരനാണ്. അങ്ങനെ ബ്രെഡ് കഴിഞ്ഞു. ബ്രെഡിന് പരിപാടിയുണ്ട്. ഞാൻ അടുത്ത് നമ്മൾ ചായ ഉണ്ടാക്കാൻ പോവാണ്. പാലുണ്ടോടെ ആവറേജ് നാട്ടിൽ നിന്ന് പോകുന്നപ്പോ തന്ന ലിപ്റ്റൺ ആണ്. ഇത് വെച്ചാൽ നമ്മൾ ചായ ഉണ്ടാക്കും. ലിപ്റ്റൺ ചായ. ആഫീസേ നന്ദികൾ അറിയിക്കുന്നു. നിന്റെ ചായ എന്താണ് എടുക്കണടാ? 1.5 മാസത്തിന് ശേഷം. അപ്പൊ ശരി, 2 ഗ്ലാസ് ചായ. ആർക്കാ വേണ്ടാത്ത? 4 ഗ്ലാസ് ചായ ഉണ്ടെങ്കിൽ കഴിച്ച് പകുതി കളഞ്ഞു. നല്ല രസം. കളി ഇനിയാണ് ആരംഭിക്കുന്നത്. 1/2 ഗ്ലാസ് ഉള്ളു കേട്ടോ. തളച്ചിന്തി പോയി. അടിപൊളിയായിരുന്നു. എങ്ങനെ കുടിച്ചാ ചായ അടിച്ചാ? പായസിന് ചായ നല്ല ടേസ്റ്റ് ഉണ്ട്. ആദ്യം കുടിച്ചിട്ട് പറയും. നീ അടുത്ത മാറൂപിന് പോയാട്ടോ ചോറ് ബിരിയാണി എന്താ വെച്ചാ കാണാം. ഒരു കാര്യം അറിയാമോ? വെള്ളിയാഴ്ച പള്ളിക്ക് പോട്ടോ. വെള്ളിയാഴ്ച മാത്രമേ സംഭവം ഓർമ്മയുള്ള ദിവസം. ബാക്കിയുള്ള ഇതൊന്നും ഓർമ്മയിലില്ല.
റെന്റോ ഞാൻ പറഞ്ഞ മാതിരി ഹെൽമെറ്റ് എടുക്കാൻ വന്നത് പണിയായി. ഞങ്ങൾ നേരെ മുന്നിൽ തന്നെ ട്രാഫിക് പോലീസ്. ലാസ്റ്റ് ഞങ്ങൾ വിചാരിച്ചു ഇല്ലേ മാർക്കറ്റ് നടന്ന് കണ്ടുകൊണ്ട് പള്ളിക്കൊക്കെ പോവാന്ന്. പക്ഷെ നല്ല കുഴക്കുണ്ട്, ഇപ്പോഴും കുഴക്കണം മാറില്ല. എത്ര കാലം നിന്നിട്ടും കിടക്കുണ്ട്. നമ്മൾ ചെയ്യുന്നില്ല. ഇതാണ് മാർക്കറ്റ്. ഇവിടെ നിന്നാണ് അവർ തൊട്ടി കളിച്ചത് ഗൈസ്. ടീം കട ഉത്തരക്കുണ്ട്, അതാ ഉത്തരക്കണേ. ഞങ്ങൾ ലഡാക്കിലെ മിഠായി തെരുവ് എന്ന് വിളിക്കുന്ന ഈ മാർക്കറ്റിലേക്ക് കടന്നിരിക്കുകയാണ്. ആ ലാസ്റ്റ് കാണുന്ന പള്ളി നല്ല രസമുള്ള പള്ളിയാട്ടോ. വുഡൻ ഫിനിഷിങ്ങിനാണ് പള്ളിന്റെ പണി കിടത്തിന്. നല്ല തിരക്കുള്ള ടൈമുണ്ട് ഉച്ചക്ക്. പള്ളി കഴിഞ്ഞോ? പള്ളിക്ക് എത്തിട്ടോ. പള്ളിയാണ് ഞങ്ങൾ ഫുള്ള് മരം കൊണ്ട് ഉണ്ടാക്കിയ പള്ളിയാണ്. ഇവിടെ വേറെ മിനാരത്തിന്റെ പണി ഇപ്പോഴും നടന്നുകൊടുക്കണം, കഴിഞ്ഞിട്ടില്ല. കയറട്ടെ. അത്യാവശ്യം നടന്ന് ജാമിയ മസ്ജിദില്ലേ ലബൈ എന്താണ് ലബൈക്കോ ലബാക്ക് പള്ളിക്കുന്ന തന്നെ കയ്യിലാണ് നിങ്ങൾ എന്തോ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. എല്ലാവർക്കും പള്ളിക്കുന്ന ഇങ്ങനെ ഇറങ്ങി വന്നപ്പോ ഇവിടെ BSNL ഓപ്ഷൻ कैसा इससे सिम में आपको 45 डेज के लिए मिलेगा. ये पोस्टपेड और प्रीपेड प्रीपेड है जो हम अभी दे रहे हैं. प्रीपेड बट वर्क्स इन കേട്ടോ. ഇത് ജമ്മു കാശ്മീരും ഇവിടെ ലഡാക്കി ഭാഗത്തെ വർക്കുള്ളൂ. നമുക്ക് പോരുമ്പോ പോസ്റ്റ്പെയ്ഡ് ആക്കിയാൽ പോരാ. വേറെ സിം എടുക്കേണ്ട ആവശ്യം എടുക്കാതെ മാറ്റാതെ അങ്ങനത്തെ പറ്റും. അവിടുന്ന് പോസ്റ്റ്പെയ്ഡ് ആക്കാത്തവർക്ക് പറ്റും. ഇവിടെ നിന്നാണ് തീർത്താണ് ഉപയോഗിച്ച. അത്യാവശ്യം മാർക്കറ്റ് തിരക്ക് കൂടിട്ടോ. പള്ളിക്കട കഴിഞ്ഞപ്പോ നല്ല ആളായി ഇന്നും കിട്ടില്ല. അതൊരു നഷ്ടമാണ്. വീടാണല്ലോ പുല്ലാരക്കാർക്ക് അറിയാം. ചക്കട്ടായില്ലാത്ത വില്ലേജ് ആണെങ്കിലില്ല. പള്ളി തീരെ ചക്കട്ടായി വാങ്ങി വൈകാണ്ട് വരുന്ന ചോറും വെച്ച് അങ്ങനെ 1.5 മാസമായി ചങ്ങി നാട്ടു പോകുന്നു. നമുക്ക് അട്ടിപ്പറ്റം ഫ്ലാഗ് വാങ്ങല്ലേ പിള്ളേരൊക്കെ തൂക്കിടാട്ട് കൊണ്ടിട്ട് മാർക്കറ്റിലെ കച്ചവടം കൂട്ടി പിടിച്ച കച്ചവടം. അടുത്തത് ഇനിയും പാത്രം വാങ്ങാം. ഇത് അട്ടി പാത്രം കിട്ടണോ? നമ്മുടെ ഫ്ലാഗില്ലേ ടിബറ്റൻ ഫ്ലാഗ് എന്തൊക്കെ എരിച്ചാണോ അങ്ങനെ കടിക്കാറുണ്ട്. ടിബറ്റൻ ഫ്ലാഗിനെ കടിക്കുക പാത്രങ്ങളുണ്ട്. നമ്മളെയും കണ്ടല്ലോ അതൊക്കെ ആൾക്കാർ പീപ്പിൾ വെക്കുന്നത്. അങ്ങനെ പീപ്പിളാണ് ലഡാക്കിൽ എല്ലാ സ്റ്റിക്കടികളുള്ള സാധനങ്ങളാട്ടത്തൊക്കെ ഓല് ഫ്ലാഗും കാര്യങ്ങളും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതൊക്കെ തന്നെ ഇവിടെ കിട്ടാറുണ്ട് മാർക്കറ്റിൽ. മാർക്കറ്റ് ഇങ്ങനെ ഉച്ചയ്ക്ക് തണുപ്പിങ്ങനെ അടിക്കണ്ട്, വെയിലും ഇല്ല. ഇപ്പോൾ ഇതും കഴിച്ച് അവിടെ നിന്ന് അങ്ങനെ ഹോട്ടലിനൊക്കെ ഇറങ്ങിയിട്ട് ഞങ്ങൾ തപ്പി നടന്നത് എന്താ വെച്ചാൽ വണ്ടിക്ക് ചെറിയ പണിണ്ടായിരുന്നു. നമ്മളെ ഇത് പൊട്ടില്ലല്ലോ, ഇത് നന്നാക്കണം. അതേമാതിരി മാറൂഫിന്റെ പെട്ടിന്റെ കുറച്ചിങ്ങോട്ട് താന്നിനി വെയിറ്റ് ഉണ്ട്. അപ്പൊ അത് രണ്ടും നന്നാക്കാൻ ഇങ്ങനെ കുറെ കടപ്പയാണ് ലാസ്റ്റ് കിട്ടിയത്. ഇവിടെ അയച്ചു കൊടുത്തു കഴിഞ്ഞാല് മൂപ്പര് റെഡി ആക്കി തരാന്ന് പറഞ്ഞു. അപ്പൊ അയച്ചു കൊടുത്തോ അയച്ചിട്ട് അങ്ങനെ 3-4 പീസ ഒരു 13 മാറൂഫിന് വേണ്ടി അവിടെ ഇട്ടുണ്ട് വെൽഡ് നിർത്താൻ വേണ്ടിട്ട്. ഇത് അയച്ചു കൊടുക്കണം. അലൂമിനിയ അലോയ് അല്ല ഇതാണ്. അപ്പൊ അത് വെൽഡ് ചെയ്തിട്ട് അവിടെ വെൽഡ് വെൽഡല്ല അലൂമിനിയം ഐസിന്റെ വണ്ടിന്റെ വർക്ക് ചെയ്യുന്നില്ല. മാറൂഫിന്റെ വണ്ടി നമ്മളെ നാട്ടിലൊക്കെ ബെൽഡ് ചെയ്യുമ്പോ വണ്ടിന്റെ ബാറ്ററി വീടല്ല പറയാ. ഇവരൊക്കെ വണ്ടി സ്റ്റാർട്ടാക്കാൻ പറഞ്ഞു. എന്തിനാണോ ഒരു ബെൽഡ് ഉണ്ട് കാക്ക. അത് ഒന്നും കൂടി സാധനം കൊടുക്കൊണ്ട് നല്ല കാറ്റുള്ള സാധനം കൊടുക്കുന്നുണ്ട്. പറയാ തീരുമാനം പോണ്ടോമേ കഴിഞ്ഞില്ലേ. അപ്പൊ നമ്മത് പുതിയ ടെക്നിക്കാണ്, നമ്മള് പഠിച്ചാത്ത ടെക്നിക്ക്. വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഇട്ടാണ്ട് വെൽഡ് ചെയ്താൽ മതി, വണ്ടി കംപ്ലൈന്റ് ആവില്ലെന്ന് പറഞ്ഞു. ഓരോരോ ഐഡിയകള് നമ്മള് രാജ്യം വരച്ച സംസ്ഥാനം മാറേണ്ടതില്ലേ ഐഡിയ. ത്രെഡ് പ്രോബ്ലം, ത്രെഡ് കയറണില്ല. നാളെ നോക്കേണ്ടി വരും. രാത്രി കുറേ സമയം. ആറോപ്പിന്റെ വണ്ടി സെറ്റായിട്ട് അവിടെ കൊച്ചി സെറ്റായിട്ട് സഞ്ചി പ്രൈസ്. നമ്മള് വണ്ടിയൊക്കെ അവിടെ ഇങ്ങനെ ഫുള്ള് നന്നായില്ല. ഞാൻ വണ്ടി ഫായ്സിന് വണ്ടി കുറച്ചുകൂടി പണിയുണ്ട്. അത് കഴിഞ്ഞിങ്ങനെ വന്നാണ് ചിക്കൻ പൊരിക്കാനുള്ള പരിപാടി തന്നെ. രാത്രി ചിക്കൻ പൊരി ഫ്രഞ്ച് ഫ്രൈസ് നല്ല തണുപ്പാട്ടോ. കുറച്ച് പിന്നേക്ക് നല്ല സുഖം നിൽക്കാനാണ്. ചിക്കൻ കൊടുത്തിട്ടോ, നല്ല കട്ട ചിക്കനാണ്. ഇപ്പോൾ ചൂടുവെള്ളത്തോടെ കിട്ടാൻ ഇങ്ങനെ കൈ എടുക്കട്ടോ ചിക്കനെ. നല്ല പീസാക്കെ അല്ല
പൊരിച്ചനല്ലേ ഇത് കറി മസാല കടായി രണ്ടിനും പറ്റും. എന്നാലും മതി കുഴപ്പമില്ല ഓതാ പറഞ്ഞേ ഇത് കറിക്കും പറ്റും പൊരിച്ചാലും പറ്റും എന്ന് പറഞ്ഞാ ചിക്കന് പൊരിച്ചാ പിന്നെ അവിടെ ഫ്രഞ്ച് ഫ്രൈസ് ചിക്കൻ ഇറങ്ങി കാശ് ചിക്കൻ ഇറങ്ങി വെളിച്ചെണ്ണയിൽ നിന്ന് ചിക്കൻ ഇറങ്ങി എങ്ങനെ കഴിച്ചോക്കാം ഉപ്പ് ലേസം പാളി ഗൂഗിള് തമ്മിൽ പൊടിയില്ലേ വിളിക്കടാ ഇൻസ്പെക്ടറുടെ ഫോൺ പൊടി ഞാൻ അവരോട് ചോദിച്ചതാണ്. ചെറിയ നമ്മൾ തന്നെ മേക്ക് ചെയ്ത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന കോഴിക്കറി കോഴിപ്പൊരി അത് വേറെ രസമല്ലേ വീണ്ടും പൊരിച്ചുകൊണ്ട് കേട്ടോ ഇത് ഒന്നുകൂടി ഇന്നത്തെ ദിവസം നമ്മൾ സമാപിക്കുകയാണ്. 6 രൂപ കണ്ട എല്ല് പോലും ബാക്കി വെക്കാതെ എന്തൊരു